ഒരു മാസത്തിനുള്ളിൽ കിട്ടിയിടത്തോളമുള്ള നഷ്ടങ്ങൾ, ജീവഹാനി സംഭവിച്ചിടത്തോളമുള്ള ആളുകളുടെ കണക്ക്, ഇന്നും മരിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കണക്കുകൾ, തകർന്നു കിടക്കുന്ന വീടുകൾ, കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇതിൻ്റെ എല്ലാം കണക്കുകളെടുത്ത് പ്രാഥമികമായിട്ടുള്ളൊരു കണക്ക് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചു. അതിൻ്റെ ഒരു കോപ്പി കേരള ഗവൺമെന്റ് കോടതിയിലും സമർപ്പിച്ചു. അത് ഏതാണ്ട് 1200 കോടിയുടെ ഏകദേശ കണക്കാക്കിക്കൊണ്ടിരുന്ന നഷ്ടമാണ്. ആ കണക്കാക്കിക്കൊണ്ടിരുന്ന നഷ്ടം കണക്കാക്കുമ്പോൾ ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ്, ഒരു റഫ് കണക്കാണ്. ഒരാളുടെ ശവം മണ്ണിൽ നിന്നും കുഴിച്ചെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി സ്ഥലം കണ്ടെത്തി സംസ്കരിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി ഏകദേശം 75,000 രൂപ കണക്ക് വരും. ഇങ്ങനെ ഏകദേശ കണക്കെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചത്. ഒരു മാസം കഴിഞ്ഞ് കണക്ക് സമർപ്പിച്ചു. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമക്കാരെന്താ ചെയ്തത്? ഒരു ശവം മറവ് ചെയ്യാൻ 75,000മോ ഇവിടെ ചോദിച്ചില്ലേ? ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് പ്രചാരണം നടത്തിയില്ല. ആ പ്രചാരണത്തിൽ ആരൊക്കെ ചേർന്നു? ഇന്ത്യ ഭരിക്കുന്ന BJP ഇല്ലേ? UDF ഇല്ലേ? എന്താണ് 75,000 കണക്കാക്കുന്നത്? ഗവൺമെന്റിന്റെ മുമ്പാകെ ഏകദേശ കണക്ക് സമർപ്പിക്കുകയാണ്, നഷ്ടപ്പെട്ട കണക്ക്. ആ കണക്കിൽ പണം കിട്ടിയാൽ പിണറായി വിജയന് കൊണ്ടുപോകാൻ പറ്റില്ല, റവന്യൂ മന്ത്രിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഗവൺമെന്റിന് ലഭിക്കുന്നതാണ്. അതുതന്നെ പരിമിതപ്പെട്ട കണക്ക്. നഷ്ടപ്പെട്ട വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ ചെറിയ കണക്കാണ് കൊടുത്തത്. എത്ര തെറ്റായ പ്രചരണമാണ് ഇവിടെ മാധ്യമങ്ങളെ കൊണ്ട് അഴിച്ചുവിട്ടത്. ഈ കാര്യം കോടതിയുടെ മുമ്പാകെ വന്നു, ബഹുജനങ്ങളുടെ മുമ്പാകെ വന്നു, ഗവൺമെന്റ് ഈ കാര്യം അവതരിപ്പിച്ചു. ഏതെങ്കിലും ഒരു മാധ്യമം ഞങ്ങളെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പിന്നീട് പറഞ്ഞു? പിന്നെ 75,000 കുറിച്ച് ആക്ഷേപം പറഞ്ഞിട്ടില്ല. 1200 കോടി രൂപ നഷ്ടമാണ്. ജീവഹാനിയുടെ കണക്കൊന്നും കൂട്ടിയിട്ടല്ല. ഇത്രയും വലിയൊരു ദുരന്തം നടന്ന് ആ ദുരന്തത്തോടൊപ്പം ചേർന്ന് സഹായിക്കാനല്ല മാധ്യമങ്ങൾ അവരുടെ നിലപാട് വെച്ചുകൊണ്ടാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അവരുടെ യജമാനന്മാരെ നയിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി തെറ്റായ വാർത്ത കൊടുത്തില്ലേ? പക്ഷേ ഈ ഗവൺമെന്റ് ആത്മാർത്ഥതയും സത്യസന്ധതയും ജനങ്ങളോട് ബഹുമാനവും ആദരവും ഉള്ള ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചു. 1200 കോടിയുടെ പ്രാഥമികമായ ഒരു കണക്ക്, നഷ്ടത്തിന്റെ കണക്ക് കൊടുത്തു. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റിനോട് ഈ ജനങ്ങളെയൊക്കെ, ഈ 254 ആളുകൾ മരിച്ചു, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. തൊഴിലില്ല, സ്ഥാപനമില്ല, സ്വത്തുവകകളില്ല, കൃഷിയില്ല, കന്നുകാലികളില്ല, കച്ചവട സ്ഥാപനങ്ങളില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഒരു പുനരധിവാസം കൊടുക്കണം. അവർക്കൊരു പുനരധിവാസം കൊടുക്കണമെങ്കിൽ അതിന് ഏതാണ്ട് കണക്ക് കൂട്ടിയപ്പോൾ 2200 കോടി രൂപ അതിന് ചെലവ് വരും. ആ ചെലവ് ഒരു ടൗൺ പ്ലാനിംഗ് ആണ്, ഒരു മാസ്റ്റർ പ്ലാനാണ്. ഈ നഷ്ടപ്പെട്ടു പോയവർക്ക് മുഴുവൻ ആശ്വാസം കൊടുക്കുക, അവർക്ക് തൊഴിൽ കൊടുക്കുക, കൃഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കുക, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക,
അതിലുള്ള എല്ലാവരെയും സംരക്ഷിക്കാനുള്ള ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തത്. ആ 2200 കോടി സഹായം തരണം, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങളെ സഹായിക്കണം എന്ന് കേരള ഗവൺമെന്റ് രേഖാമൂലം കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോയി അഭ്യർത്ഥിച്ചു. ഈ അഭ്യർത്ഥന മാനിക്കാൻ തയ്യാറായില്ല. കേരള ഗവൺമെന്റ് പറഞ്ഞത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം. ഇത് രണ്ടും പ്രഖ്യാപിച്ചാലുള്ള ഗുണം, ദേശീയ ദുരന്തമായാൽ പുനരധിവാസത്തിന് ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും മറ്റേജൻസികളിൽ നിന്നും ഒക്കെ വലിയ സഹായം ലഭ്യമാകും. അതുകൊണ്ട് ജനങ്ങൾക്ക് സഹായം ലഭ്യമാക്കാൻ, പുനരധിവാസം ഉറപ്പിക്കാൻ, എല്ലാവരെയും സംരക്ഷിക്കാൻ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകാല അനുഭവങ്ങളുണ്ട്. ഇത് അതിനേക്കാളും വലിയ ദുരന്തമാണ്. അതുകൊണ്ട് ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിതീവ്ര ദുരന്ത പ്രതികരണം എന്നുള്ള നിലയിൽ പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചാലും ഈ സഹായം ലഭ്യമാകും. അതിതീവ്ര ദുരന്ത പ്രതികരണത്തിൽ പെടുത്തിയാൽ അവിടെയുള്ള മുഴുവൻ കൃഷിക്കാരുടെയും എല്ലാ ബാങ്ക് വായ്പകളും എഴുതിത്തള്ളും. അവിടെയുള്ളവർക്കെല്ലാം പുനരധിവാസം കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്നുകിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായങ്ങൾ ലഭ്യമാകാൻ കഴിയത്തക്ക നിലയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം. ഈ രണ്ടാവശ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ദേശീയ ദുരന്തമായി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു.